ഷാൻ റഹ്മാൻ കൊച്ചിയിൽ ഒരു വലിയ ലൈവ് ഷോ നടത്താൻ പോകുന്നു. അദ്ദേഹം ആദ്യമായിട്ട് അതിനുവേണ്ടി ഒരു പ്രൊമോട്ടറെ നോക്കുന്നു, ഒരു പരസ്യത്തിനുള്ള സ്പോൺസറെ നോക്കുന്നു. സ്പോൺസർഷിപ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഷോ ഡയറക്റ്റ് ചെയ്യാം എന്ന് വെച്ചാൽ ആ ഷോ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടാവുമല്ലോ, ഷോയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ മുഴുവൻ ഏർപ്പാടാക്കുന്ന, മൊത്തം അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി. ആ ഏജൻസിയുടെ ഭാഗമായിട്ടാണ് നിജു രാജ് എബ്രഹാം അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അപ്പോൾ സ്പോൺസേഴ്സ് പിൻവാങ്ങുന്ന ഇടത്തിൽ താൻ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ മുഴുവൻ ഏറ്റെടുക്കട്ടെ എന്ന് ചോദിക്കുന്നു. അത് നല്ല കാര്യം. അങ്ങനെ അവർ തമ്മിൽ ധാരണയാവുന്നു. ഇദ്ദേഹം അത് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആ ഷോ ചെയ്യുന്നതിന് ഇദ്ദേഹത്തിന്, അതായത് ഷാൻ റഹ്മാൻ്റെ വേറെ ടീമിന് വേണ്ടത് അവരുടെ റെമ്യൂണറേഷൻ 25 ലക്ഷം രൂപയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 35 lakhs ആണ്, 35 ലക്ഷം രൂപ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ധാരണയാവുന്നു. അവർ ആ ഷോ ചെയ്യാൻ പോകുന്നു. ഷോ ചെയ്തു, അതിഗംഭീരമായിട്ട് ആ ഷോ വിജയിച്ചു. വിജയിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ 35 ലക്ഷം രൂപ എന്ന് പറഞ്ഞ മുടക്കുമുതൽ മാത്രമല്ല, ലാഭവിധവും കൊടുത്തിട്ടില്ല, മുടക്കുമുതൽ പോലും കൊടുത്തിട്ടില്ല എന്നാണ് ഈ കേസ്. അപ്പോൾ ഈ കേസിൽ എന്തുകൊണ്ട് ഇയാൾക്ക് പൈസ കിട്ടുന്നില്ല? അയാൾ പല കുറി ഷാൻ റഹ്മാനുമായിട്ടും ഇതിൻ്റെ പ്രധാനപ്പെട്ട കോർഡിനേറ്ററായ ഷാൻ്റെ പാർട്ട്ണറുമായിട്ടും സംസാരിക്കുന്നു. ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ യൂട്യൂബിലെ ചില യൂട്യൂബ് ചാനലുകാരുമായിട്ട് സംസാരിക്കുകയും അവരത് അദ്ദേഹത്തിൻ്റെ പരാതി പുറത്തുവിടുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള സംഗതി. ഇതൊരു പ്രധാന കാര്യമാണ്. നേരത്തെ സെയ്ഫ് പറഞ്ഞ പോലെ ഇതിൽ ഉന്നയിക്കപ്പെടുന്ന വിമർശനം ഇതാണ്: ഈ ധാരണ ഉണ്ടാക്കുന്ന ഘട്ടത്തിലെല്ലാം എനിക്ക് ഇത്ര ലക്ഷം രൂപ ചിലവുണ്ട്, അതിൽ ഇത്ര ലക്ഷം രൂപ ചിലവും കഴിഞ്ഞ് ഇത്ര ലാഭവിധം എനിക്ക് തരുമെന്ന പേരിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ടാണല്ലോ ഏത് ഇവൻറ്റും പ്രവർത്തിക്കേണ്ടത്. ഏത് ഇവൻ്റായാലും, ഇപ്പോൾ ഷാൻ ആ കാര്യത്തിൽ പ്രൊഫഷണലാണ്. അയാൾ സംഘടിപ്പിക്കുന്ന ഏത് ഇവൻറ്റിന് വേണ്ടി പണിയെടുക്കുന്ന എല്ലാ ഏജൻസികളായിട്ടും കരാർ ഉണ്ടാക്കണം. അതങ്ങനെ വേണം. അപ്പോൾ ഈ കരാർ വേണമെന്ന് ഞാൻ പലകുറി ആവശ്യപ്പെട്ടിട്ടും ഈ കരാർ സൈൻ ചെയ്ത് തരാൻ ഇദ്ദേഹം തയ്യാറായില്ല. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പാർട്ട്ണറും തയ്യാറായിട്ടില്ല. ഈ പാർട്ട്ണറാണ് ഇതിൻ്റെ പ്രധാന കോർഡിനേറ്റർ എന്നാണ് നിജു പറയുന്നത്. അവസാനം ഷാൻ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ സെലിബ്രിറ്റി കപ്പാസിറ്റിയിൽ വിളിച്ചു പറഞ്ഞു, എടാ ഞാൻ തരും നിൻ്റെ പണം, 35 ലക്ഷം രൂപ നിനക്ക് ചിലവായിട്ടുണ്ടെങ്കിൽ, നഷ്ടമായാലും ലാഭമായാലും മേടില്ല എന്ന അയാളുടെ ഉറപ്പിന്മേൽ ഞാൻ ഈ പരിപാടി കമ്മിറ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ പരിപാടി വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം തനിക്ക് കിട്ടേണ്ട പണം ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുണ്ടല്ലോ, അവരാണല്ലോ ചെയ്തത്. ആ കമ്പനിയുടെ പടമുള്ള ഏതോ പോസ്റ്റർ ദുൽഖർ സൽമാൻ്റെ പേജിൽ ഷെയർ ചെയ്തു. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, നിങ്ങളുടെ കമ്പനിക്ക് ഇതുവരെ ഒരു തരത്തിലുള്ള പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല, വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. ദുൽഖറിൻ്റെ പേജിലടക്കം ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഷെയർ ചെയ്തത്. ആവശ്യമുള്ള പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഷാൻ റഹ്മാൻ്റെ ഷോ ചെയ്തിട്ട് അവിടെ എന്ത് പണം എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നതാണ് ആരോപണം. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ ആരോപണമാണ് അദ്ദേഹം എല്ലാ പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു മറുപടി ഒരു 3/4 മണിക്കൂർ മുമ്പ് ഷാൻ റഹ്മാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നേരത്തെ സെയ്ഫ് പറഞ്ഞ തെറ്റൊന്നുമില്ല, ഒരു വിശദാംശവുമില്ല. ഞങ്ങൾക്കെതിരെ ചില പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നു. ഏകപക്ഷീയവും തെറ്റിദ്ധാരണാജനകവുമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. അതിൽ വിശ്വസിക്കരുതെന്നും ഞങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് നന്ദി പറയുന്നു. അപ്ഡേറ്റുകൾ പിന്നാലെ തരാമെന്നാണ്. അപ്ഡേറ്റുകൾ പിന്നാലെ തരാമെന്ന് പറയുമ്പോൾ ഈ ആരോപണം ഉയർന്നു വന്നിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ കറങ്ങാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട യൂട്യൂബ് അക്കൗണ്ടുകളിലും, ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട ചാനലുകളിലും, ഇന്ന് പ്രധാനപ്പെട്ട മുഖ്യധാര ചാനലുകളിൽ വാർത്ത വന്നതിന് ശേഷമാണ് പ്രതികരണം ആദ്യമായിട്ട് വരുന്നത് എന്ന് കാണണം. അപ്പോൾ ഇത്രയും ദിവസമായി അന്തരീക്ഷത്തിലുള്ള ഒരു പ്രശ്നത്തിന് ഇനിയും അപ്ഡേറ്റുകൾ പിന്നാലെ വരുമെന്ന് വെച്ച് വൈകിപ്പിക്കേണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന് കൊടുക്കാൻ വല്ല വിശദീകരണം ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ഏതൊന്നിനും വേണ്ടത് കരാറാണ്. ഏത് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിജു രാജിൻ്റെ കമ്പനിയുമായിട്ട് ഇദ്ദേഹം ഈ ഷോ ചെയ്തത്? ആ കരാർ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ ഷാൻ റഹ്മാൻ ധൈര്യമുണ്ടോ? അദ്ദേഹം പുറത്തുവിട്ടാൽ എല്ലാം തീരും. ഇദ്ദേഹമായിട്ടൊരു കരാറുണ്ട്. ആ കരാറുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് പണമൊന്നും കൊടുക്കേണ്ടതില്ല, പ്രൊമോഷൻ മാത്രം മതി എന്ന പേരിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. സോ പ്രൊമോഷൻ മാത്രമേ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ആ കരാറുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാനുണ്ടോ? അതോ കരാറില്ലേ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കരാറുണ്ടായില്ല? ഇത്ര വലിയൊരു ഷോ, കൊച്ചിയെ ഇളക്കി മറിച്ചൊന്ന് ഇവർ ക്യാമ്പയിൻ ചെയ്യുന്ന ഈ ഷോയ്ക്ക് കരാറില്ലേ? ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ട് കരാറില്ലേ? ഇല്ലെങ്കിൽ ആ കരാർ വേണ്ട എന്ന് തീരുമാനിച്ചത് ആരാണ്? നിജു രാജ് പറയുന്നു, പല കുറി കരാർ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ തരാം. അയാളത് പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്. അതിന് എന്തുകൊണ്ടാണ് കരാർ വേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്? അവിടെ കള്ളത്തരം മണക്കുന്ന ഒരു ദുരൂഹത കിടപ്പുണ്ട്. ഇത്ര വലിയൊരു ഇവൻറ്റിന് കരാർ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ദുരൂഹത തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ഭാഗം വിശദീകരിക്കാൻ, സ്വന്തം ഭാഗത്തിന് ന്യായമുണ്ടെന്ന് വിശദീകരിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അലിഗേഷൻ പലയിടത്തും കേൾക്കുന്നുണ്ട്. പലതും ഏകപക്ഷീയമായതുകൊണ്ട് നമുക്കിവിടെ കോട്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ നമ്മൾ ഔട്ട് ചെയ്തതിന് ശേഷം പോലും രണ്ടുപേരെന്നെ വിളിച്ചു ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന്. അവർ കുറേ കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ അതെല്ലാം ഏകപക്ഷീയമാണ്. അതിൽ നമുക്കതിൻ്റെ മറുവശം അറിയാത്തതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. ഇത് പക്ഷേ ഗൗരവമുള്ള കാര്യമാണ്. ഇയാൾ ഉന്നയിക്കുന്നത് ആധികാരികമാണ്. ഇയാളുടെ കയ്യിൽ എല്ലാ വാട്സപ്പ് ചാറ്റും ഉണ്ട്. ഇയാളുടെ അയച്ചിട്ടുള്ള എല്ലാ ടെക്സ്റ്റ് മെസ്സേജുകളുടെയും വിശദാംശം എല്ലാം ഇയാളുടെയും ഉണ്ട്. ഓക്കെ, ഒന്ന്. രണ്ടാമത്തേത്, ഇദ്ദേഹം ഒരു വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ സംസാരിക്കുമ്പോൾ അനാവശ്യമായി ഷൗട്ട് ചെയ്യുകയാണ്. ഷൗട്ട് ചെയ്യാമെന്ന് മാത്രമല്ല, നിൻ്റെ ഏജൻസി ഏത് പട്ടിക്കറിയാം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ഒരു ഓഡിയോയിൽ. ഞാൻ എൻ്റെ ഷോ ചെയ്തതിന് ശേഷമാണ് അത് കുറച്ച് പേര് അറിയാൻ തുടങ്ങിയതെന്ന്. അപ്പോൾ നിജു പറയുന്നു, ഞാൻ ഷാൻ റഹ്മാൻ ഷോ വഴി എൻ്റെ ഏജൻസിക്ക് പബ്ലിസിറ്റിയും പോപ്പുലാരിറ്റിയും ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഷോ അല്ല.
ചിലവാക്കിയ പണത്തിന് ലാഭവിധം കിട്ടണം, അല്ലെങ്കിൽ ചിലവാക്കിയ പണമെങ്കിലും കിട്ടണം. എന്ന് മാത്രമല്ല 25 ലക്ഷം രൂപയാണ് ഇവരുടെ ഉയരയുടെ റെമുനറേഷൻ. അതിനകത്ത് അവർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരും, അവരവരുടെ കാര്യങ്ങളും അവരുടെ ഇൻസ്ട്രുമെൻസും എല്ലാം അവർ നോക്കും. അതുപോലും ഇയാളെ കൊണ്ട് പേ ചെയ്യിപ്പിച്ചു. ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ പലതിനും ഇയാൾ പേ ചെയ്യേണ്ടാത്തതിന് പോലും അയാളെ കൊണ്ട് പേ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവസാനം അയാളുടെ പൈസ ചോദിക്കുമ്പോൾ കൈമലർത്തി കാണിച്ചു എന്നാണ് ആക്ഷേപം. അപ്പോൾ നമുക്കിതിനകത്ത് ജഡ്ജ്മെൻറ്റിലാവാൻ പറ്റില്ല, ശരിയാണ്, കാരണം ഇതൊരു കേസാണ്. ഈ കേസ് പോലീസ് അന്വേഷണം നടക്കുന്നു. പോലീസ് അന്വേഷിക്കുന്നതാണ് ഷാനിൻ്റെ പോസ്റ്റിലും പറയുന്നത്. പോലീസ് അന്വേഷണം നടക്കട്ടെ. ഇത്തരം കേസുകൾക്കകത്ത് പോലീസ് അന്വേഷിക്കാനും തീർപ്പുണ്ടാക്കാനും അല്ലെങ്കിൽ അത് കോടതിയിൽ പോകാനും കോടതിയിൽ നിന്ന് അന്തിമ വിധി വരാനൊക്കെ എടുക്കുന്ന കാലതാമസത്താണ് നമുക്കറിയാം. അതൊരു സൗകര്യമാക്കി എല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ ഇത് കാലം വേറെയാണെന്ന് ഷാൻ റഹ്മാൻ ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു നെറിയുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത്, ഒരു കരാറുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നത് മുഴുവൻ തെറ്റാണ്, പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കരാർ മാത്രമേ ഉള്ളൂ, അതായതിരിക്കുന്നു, കാണൂ. ഇനി കരാറില്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു കരാറില്ല, ഞങ്ങൾ മനഃപൂർവ്വം കൊടുക്കാത്തതാണ്. പല കുറി ആവശ്യപ്പെട്ടും പല മീറ്റിങ്ങുകൾ നടത്തിയിട്ടും അതിന് സാക്ഷികൾ പോലും ഉണ്ട്. കാരണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സാക്ഷി വേണമെന്ന് എനിക്ക് തോന്നി, ആളെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോയതെന്ന് പോലും ഈ നിജു പറയുന്നുണ്ട്. കാരണം ഇതൊരു ഞാൻ മാത്രം പറയുന്ന ഒരു കഥയായിട്ട് ആർക്കും തോന്നാൻ പാടില്ലെന്ന്. അപ്പോൾ അത് വിശദീകരിക്കപ്പെടാത്തടത്തോളം കാലം കള്ളത്തരം മണക്കുന്ന ഒരു ദുരൂഹത അവിടെ കിടക്കുന്നുണ്ട്. ഷാൻ റഹ്മാനെ പോലുള്ള ആളുകൾ, അദ്ദേഹം ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ആളാണ്, ഇനിയും ഒരുപാട് വലിയ ഷോകൾ ചെയ്യേണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പേര് സഹകരിച്ചുകൊണ്ടേ ഷോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരു കച്ചവടക്കാരൻ, ഒരു മ്യൂസീഷ്യൻ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് മാറ്റി നിർത്തിയാൽ ഒരു കച്ചവടക്കാരൻ നിലയ്ക്ക് കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം നിലനിർത്താൻ അദ്ദേഹം കുറച്ചുകൂടി ക്രെഡിബിളായി പെരുമാറണം. അല്ലാത്ത കാലത്തോളം അദ്ദേഹം നിഴലിലാണെന്ന കാര്യത്തിൽ തർക്കമില്ല.